ഹായ് ഒരുവൻ. ആദ്യം തന്നെ ഈ വീഡിയോ 18 വയസ്സാവാതെ ആരും കാണരുത്, ഓക്കെ? കാരണം ഞാൻ അതിജീവിതക്ക് നല്ലോണം ഇന്ന് കൊടുക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി കേസായാലും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞാനൊരു റിക്വസ്റ്റ് തരുന്നു. എൻ്റെ കൺട്രോൾ പോവും. അതുകൊണ്ട് ഞാൻ നല്ലോണം തെറിവിളിക്കാനായിട്ടാണ് ഇന്ന് വന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കുട്ടികളാരും കാണരുത്, ഓക്കെ? ഞാൻ പരമാവധി ശ്രമിക്കാം തെറിവിളിക്കാതെ, പക്ഷേ മിഡിലാവുമ്പോൾ എൻ്റെ കൺട്രോൾ പോവും. അതുകൊണ്ട് ആദ്യം തന്നെ പറയുകയാണ്, കുട്ടികൾ ഈ വീഡിയോ കാണണ്ട, ഓക്കെ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം, ഒന്ന്, രാഹുലിൻ്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട്, അതിജീവിത എന്ന വ്യാജജീവി ഓടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവി ഇനിയിപ്പോൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. ആ ജീവി നാട് വിട്ടു എന്നാണ് കേട്ടത്. ആ ജീവിയുടെ ഒരു പൊടി പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. കോൺഗ്രസിൽ തിരിച്ച് രാഹുലിനെ എത്തിക്കാൻ വേണ്ടി, അതായത് കോൺഗ്രസിലേക്ക് നമ്മുടെ രാഹുലിനെ തിരിച്ചെത്തിക്കാനും സീറ്റ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടന്നു. എന്താണ് ആ ചർച്ച നടക്കാനുള്ള കാര്യം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ 2026 ഒരു കോമഡി, നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണണം. ഫെന്നി നിനാനെതിരെ സൈബർ അധിക്ഷേപത്തിന് കേസ്. നമ്മുടെ നിയമത്തോടും പോലീസിനോടും മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടും ഒരു കാര്യം ഞാൻ പറയുകയാണ്. നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്ക്? ഇത്തിരി ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കഴിക്കുന്നത് ചോറാണോ, മണ്ണാണോ, അല്ല വേറെ എന്തെങ്കിലും ചാണകത്തിൻ്റെ കഷ്ണമാണോ? എന്തിനാണ് ഇങ്ങനെ ചോദിച്ചത്? ഇവിടെ ഫെന്നി നിനാൻ എന്ന ചെറുപ്പക്കാരൻ രാഹുലിന്, അതായത് ഈ അതിജീവിത എന്ന് പറയുന്ന ആ വ്യാജജീവി പച്ചക്കളവ് പറയുകയാണ്. രാഹുൽ എന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ച് പീഡിപ്പിച്ചു എന്ന് ആ വ്യാജജീവി, അതായത് ആ വ്യാജജീവി പച്ചക്കളവ് പറയുമ്പോൾ നമ്മുടെ ഫെന്നി നിനാൻ ഇന്നലെ ചാർട്സും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അതായത് ഈ അതിജീവിത എന്ന വൃത്തികെട്ട സ്ത്രീയാണ് രാഹുലിന് നിരന്തരം മെസ്സേജ് അയച്ച്, രാഹുലെ ഒന്ന് വാടാ, രാഹുലെ നിന്നെ എനിക്ക് കൊതിയാവുന്ന, രാഹുലെ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നിന്നെ എനിക്ക് വേണം, രാഹുലെ പ്ലീസ്, രാഹുലെ ഒന്ന് വാ എൻ്റെ രാഹുലെ എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അതായത് അതിജീവിത പറയുകയാണ്, രാഹുലെ നിന്റെ അടുത്ത് ആരും ഇരിക്കരുത്, എനിക്ക് നിന്നെ തനിച്ച് കിട്ടണം രാഹുലെ, പ്ലീസ് രാഹുലെ നിന്റെ കൂടെ എനിക്ക് ഡ്രൈവ് ചെയ്യണം രാഹുലെ, രാത്രിയാവും രാഹുലെ, രാത്രി ഫ്ലാറ്റിലേക്ക് വരണം രാഹുലെ. അങ്ങനെയൊക്കെയാണ് ആ വ്യാജജീവി മെസ്സേജ് അയച്ചത്. ആ വ്യാജജീവിയുടെ മെസ്സേജ് നമ്മുടെ ഫെന്നി നിനാൻ പുറത്തു കൊണ്ടുവരികയാണ്, ഓക്കെ? അതിനെതിരെ ഫെന്നി നിനാനിന് കേസ് എടുത്തു. എങ്ങനെ ഇരിക്കണേ? അതായത് അതിജീവിത എന്ന ഈ വ്യാജജീവി കേസ് കൊടുത്തത് അവരുടെ ചാർട്സ് ഈ പറയുന്ന ഫെന്നി നിനാൻ പുറത്തു വിട്ടു എന്നാണ്. ഞാനൊരു കാര്യം ഈ അതിജീവിത എന്ന വ്യാജജീവിയോട് ചോദിക്കുകയാണ്, അല്ലയോ വ്യാജജീവി, നീ രാഹുലിന്റെ ചാർട്സ് നീ പുറത്തു വിട്ടല്ലോ, അപ്പോൾ നീ രാഹുലിനെ അയച്ച ചാർട്സ് പുറത്തുവിടാൻ രാഹുലിന് അധികാരമില്ലേ വ്യാജജീവി? നീയാണ് ഇവിടെ വ്യാജജീവി. നീയാണ് രാഹുലിനെ ചതിച്ചത് വ്യാജജീവി, അല്ലേ? നീയാണ് രാഹുലിനെ ചതിച്ചത്. നീയാണ് നിരന്തരം രാഹുലിനെ, വാടാ രാഹുൽ എനിക്ക് രാഹുലിനെ കാണണമെന്ന് നീയല്ലേ വ്യാജജീവി മെസ്സേജ് അയച്ചത്? ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, അതിജീവിത കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ വീഡിയോ എന്തായാലും ഒരു പക്ഷേ വിവാദമാവും. അതുകൊണ്ട് പറയുന്നതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. അതിജീവിത എന്ന ഈ വ്യാജജീവി രാഹുൽ മാങ്കൂടത്തിനെ സമീപിക്കുമ്പോൾ പറഞ്ഞത്, എനിക്ക് വലിയ കുടുംബ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയാണ് രാഹുലുമായി ഞാൻ കൂടിക്കാഴ്ച നടക്കുന്നത്. അതായത് രാഹുലുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എൻ്റെ ഫാമിലി വിഷയം ചർച്ച ചെയ്യാനെന്നാണ്. അവളോടൊരു കാര്യം പറയുകയാണ്, എന്തിനാണ് പാലക്കാടിൽ MLA ഓഫീസ് ഉണ്ടാക്കിയത്? എന്തിനാണ് മാസത്തിൽ MLA ഓഫീസിന് വാടക കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ MLA ഓഫീസിൽ പോയി പറയുക. ഇവൾക്ക് ഇവളുടെ ഭർത്താവുമായിട്ട് എന്തോ ഒരു പ്രശ്നമുള്ളത് രാത്രി 12 മണിക്ക് ബെഡ്റൂമിൽ ഹോട്ടൽ മുറിയിൽ പോയി പറയണത്രേ. അപ്പോൾ ഇവിടെ ആരാണ് വ്യാജജീവി? അങ്ങനെ ആ ഒരു വ്യാജജീവി നമ്മുടെ രാഹുലിനെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ ഫെന്നി നിനാൻ എന്ന ഈ ചെറുപ്പക്കാരൻ, പാവപ്പെട്ട നല്ലവനായ ഈ ചെറുപ്പക്കാരൻ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്, അങ്ങനെയുള്ള ഫ്രണ്ട്സ് നമുക്ക് വേണമെന്ന്. ഈ ചെറുപ്പക്കാരൻ ഈ വ്യാജജീവി അയച്ച എല്ലാ മെസ്സേജും പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഈ വ്യാജജീവി കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതായത് എന്നെ മോശമാക്കിയേ, എൻ്റെ ചാർട്സ് പുറത്തിറക്കിയേ. വ്യാജജീവിയുടെ ഒരു കാര്യം പറയുകയാണ്, ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ എല്ലാവർക്കും നിയമമുണ്ട്, നിനക്ക് മാത്രമല്ല വ്യാജജീവി, നീ അയക്കുന്ന ചാർട്സ് നിനക്ക് എന്ത് വൃത്തികേട് വേണമെങ്കിലും ചെയ്യാം. നിനക്ക് 3 മണിക്കൂർ രാഹുലിനെ വേണം, നീയാണ് അപേക്ഷിച്ചത്, എങ്ങനെയെങ്കിലും 3 മണിക്കൂർ എന്നെ രാഹുലിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ നീ അപേക്ഷിക്കുന്നത് പബ്ലിക്സ് ചെയ്യരുത്. രാഹുൽ എന്തെങ്കിലും നിനക്ക് മെസ്സേജ് അയച്ചാൽ അത് പബ്ലിക് ചെയ്യണം. ഇത് എവിടത്തെ നിയമമാണ് വ്യാജജീവി? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, കുട്ടികളൊന്നും ഈ വീഡിയോ കാണരുത്. ഞാൻ പിന്നെയും കുറേ കൺട്രോൾ ചെയ്യുന്നു, പെണ്ണുങ്ങളാണ്, അതുകൊണ്ടാണ്. ഇതൊരു പുരുഷനായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം.
ഇതിന്റെ പിന്നിൽ വി ഡി സതീശൻ എന്നാണ് കുറെ പേര് പറയുന്നത്. ഞാനൊരു കാര്യം പറയുകയാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണ്. വി ഡി സതീശൻ ഇത്തരത്തിൽ വൃത്തികേട് ചെയ്യൂല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. പിന്നെ എനിക്കറിയില്ല, നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും ഞാൻ സൈഡിൽ വെക്കുന്നില്ല, പിന്നീട് അത് വലിയ വിവാദമാകും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചിലർ പറയുന്നത് വി ഡി സതീശൻ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്, രാഹുലിനെ തകർക്കുന്നത് വി ഡി സതീശൻ എന്നാണ് കുറേ പേര് പറയുന്നത്. അവരോടൊരു കാര്യം ഞാൻ പറയുകയാണ്, ആരാണ് നിലവിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തിച്ചത്? ആരാണ്? ഈ പറയുന്ന ഷാഫി പറമ്പിലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. അതായത് നമ്മുടെ ഈ വി ഡി സതീശന്റെ വലം കൈ രാഹുലും മറ്റേ കൈ ഷാഫി പറമ്പിൽ, നമുക്ക് അങ്ങനെ പറയാം. അതായത് വി ഡി സതീശന് വേണ്ടി നിരന്തരം ചാനൽ ചർച്ചയിൽ ചർച്ച ചെയ്ത ഒരാളാണ് രാഹുൽ. അങ്ങനെയുള്ള രാഹുലിനെ വി ഡി സതീശൻ ചതിക്കുമെന്ന് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നില്ല. ഒരിക്കലും വി ഡി സതീശൻ അങ്ങനെ ചെയ്യൂല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ രാഹുലിനൊപ്പം നിൽക്കാത്തത്? അധികാരത്തിന്റെ ഒരു എന്താന്ന് പറയുന്നത്, അധികാരത്തിന്റെ ആർത്തി കൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് രാഹുലിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 സീറ്റ് LDF കൂടുതൽ കിട്ടിയാലോ, അങ്ങനെയാണ് വി ഡി സതീശൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് വി ഡി സതീശൻ രാഹുലിന് സപ്പോർട്ട് കൊടുക്കാത്തത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. രാഹുലിന്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്ന ഭാഗം ഞാൻ സൈഡിൽ വെക്കുന്നില്ല, കാരണം അത് വെച്ച് കഴിഞ്ഞാൽ CPMന്റെ ചില വൃത്തികെട്ട വ്ളോഗർമാർ അത് എടുത്തിട്ട് ആ അമ്മയെ മോശമാക്കി പറയും. ആ അമ്മ പറഞ്ഞ ചില കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആ അമ്മ പറയുന്നത്, എൻ്റെ മകനെ നിങ്ങൾ വെറുതെ വിടൂ, അവൻ MLA ആവേണ്ട, അവനൊരു രാഷ്ട്രീയം വേണ്ട, എൻ്റെ മകനെ നിങ്ങൾ വെറുതെ എനിക്ക് തന്നേക്കൂന്നാണ് ആ പാവം അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഞങ്ങൾക്ക് പറ്റുന്നില്ല, നിരന്തരം കള്ളക്കേസ് വരുമ്പോൾ എൻ്റെ മകനെ ചാനൽ ചർച്ചയിൽ എൻ്റെ മകൻ്റെ പച്ചയിറച്ചി തിന്നുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്നാണ് ആ പൊന്നാര അമ്മ പറഞ്ഞത്. ഓക്കെ, അതായത് അമ്മ പറയുകയാണ്, പാവം അമ്മ പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട, MLA വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ മകൻ എനിക്ക് തിരിച്ചു തരൂ എന്നാണ് ആ അമ്മ പറയുന്നത്. അമ്മ പറയുന്ന ഭാഗം ഞാൻ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ CPMന്റെ ചില നായ്ക്കൾ എന്ന് നമുക്ക് പറയാം. അവറ്റകളെ അമ്മയെ പോലും, സ്വന്തം അമ്മയെ പോലും അറിയാത്ത, തിരിച്ചറിയാൻ സാധിക്കാത്ത ചില നായ്ക്കൾ അതിനെ മോശമാക്കി പറയും. അതുകൊണ്ട് ഞാൻ അത് സൈഡിൽ വെച്ചു തരുന്നില്ല. അതിനുശേഷം നമ്മുടെ രാഹുലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചർച്ച നടന്നു. ഇന്ന് രാവിലെയാണ് ആ ചർച്ച നടന്നത്. ഓക്കെ, എന്തിനെന്നല്ലേ, ഫെന്നിനിലാണ് ഈ ചാർട്സ് ഒക്കെ പുറത്തു വിട്ടപ്പോൾ കേരളം ആകെ 99%, അതായത് 99% വരുന്ന കേരളത്തിൽ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇത് ഫേക്കാണ്, രാഹുലിനെ കുടിക്കതാണ്. ആ പെൺകുട്ടിയുടെ, അതായത് അതിജീവിത എന്ന വ്യാജ ജീവിയുടെ ഫോട്ടോസും കാര്യങ്ങളും ചാർട്സും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇത് രാഹുലിനെ കുടുക്കിയതാണ്. ഓക്കെ, അതുകൊണ്ട് രാഹുലിനെ തിരിച്ച് പാർട്ടിയിലെത്തിക്കാൻ പുതിയ ചെറിയ രീതിയിൽ ആർക്കും അറിയാതെ സീക്രട്ടായി ഒരു ചർച്ച നടന്നു. ചർച്ചയിൽ പ്രധാനമായും പറഞ്ഞത്, നമ്മുടെ രാഹുല് ഇന്നലെ ജയിലിലൊരു കാര്യം പറഞ്ഞു, ഞാൻ ശക്തമായി തിരിച്ചു വരും, കാരണം എൻ്റെ ഭാഗത്താണ് ശരിയുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും സ്വതന്ത്രനായി മത്സരിക്കും. സ്വതന്ത്രനായി രാഹുൽ മത്സരിച്ചാൽ ആർക്കാണ് ഇവിടെ അടിയാവുന്നത്? കോൺഗ്രസിനാണ്. രാഹുലെങ്ങാനും സ്വതന്ത്രനായി മത്സരിച്ചാൽ ഒന്നെങ്കിൽ പാലക്കാടിൽ രാഹുൽ ജയിക്കും, അല്ലെങ്കിൽ BJP ജയിക്കും, കോൺഗ്രസ് ജന്മത്ത് ജയിക്കൂല. അതുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയെങ്കിലും രാഹുലിനെ തിരിച്ചു വിളിച്ച്, രാഹുൽ ഇപ്പം നിരപരാധി എന്ന് എല്ലാവർക്കും അറിഞ്ഞല്ലോ, രാഹുലിനെ എങ്ങനെയെങ്കിലും പാർട്ടിയിലേക്ക് തിരിച്ചു വിളിച്ച് രാഹുലിന് സീറ്റ് കൊടുക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. അതായത് ഇല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടും, അല്ലെങ്കിൽ രാഹുൽ ജയിക്കും. ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്, ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിലേക്കാണ്. എന്തിനാണ് നിലവിലെന്ന് പറഞ്ഞത്? നമ്മൾ അതായത് സത്യത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ഓക്കെ, നാളുകളിൽ കോൺഗ്രസ് എന്തെങ്കിലും വൃത്തികേട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കും. ഞാൻ അങ്ങനെയാണ്. അതായത് നിലവിൽ കോൺഗ്രസിന് മാത്രം, കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലേ? പിണറായി വിജയന് 3ാമത് അധികാരം കിട്ടിയാൽ എല്ലാവരും എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും, നാട് വിട്ട് ഓടേണ്ടി വരും. അതുകൊണ്ട് നിലവിൽ കോൺഗ്രസ് പാർട്ടിയാണ് ശക്തരായ പാർട്ടി, കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണം. അപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കി, രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ടാണ് രാഹുലിന് പോവുക, അത് ഉറപ്പാണ്. ഇപ്പോൾ രാഹുൽ എങ്ങാനും സ്വതന്ത്രനായി കോൺഗ്രസിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ സന്ദീപ് വാര്യർ മത്സരിക്കാൻ വരൂല. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും പാലക്കാടിൽ ചവിട്ടൂല. കാരണം രാഹുലിന്റെ വിഷമം തോന്നും. രാഹുൽ വലിയ നേതാവാണ്, രാഹുലിനെ കോൺഗ്രസ് ആണ് ചതിച്ചത്. ഒരാൾക്കൊരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കാത്തത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് സന്ദീപ് വാര്യർ അതായത് ഒരാഴ്ച മുമ്പ് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് സന്ദീപ് വാര്യരോട് പാലക്കാടിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞു, എനിക്ക് സീറ്റ് വേണ്ട, ചത്താലും രാഹുലിന്റെ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കൂല. അഥവാ രാഹുൽ പറയുകയാണെങ്കിൽ, രാഹുലിന്റെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ മാത്രം പാലക്കാടിൽ ഞാൻ മത്സരിക്കും. അല്ലാതെ ഒരു സൈഡിൽ ഇവിടെ നമ്മുടെ രാഹുലുണ്ട്, മറ്റേ സൈഡിൽ മറ്റൊരാളുണ്ട്, അങ്ങനെയെങ്കിൽ നമ്മുടെ സന്ദീപ് വാര്യർ മത്സരിക്കൂല എന്നാണ്. രാഹുലിന്റെ എതിരായിട്ട്, അതായത് രാഹുൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ടെങ്കിൽ
കോൺഗ്രസിൽ മത്സരിക്കുന്ന, രാഹുലിന്റെ എതിരെ മത്സരിക്കുന്ന ഒരേ ഒരു നേതാവാണ് നിലവിലുള്ളത്, മുരളീധരൻ. മുരളീധരൻ പറഞ്ഞു, രാഹുലിന്റെ മുമ്പ് ഞാൻ മത്സരിച്ചോളാം, എനിക്കൊരു പ്രശ്നവുമില്ല, പാലക്കാടിൽ രാഹുൽ സ്വതന്ത്രനായി നിന്നോട്ട്, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ മത്സരിക്കാമെന്നാണ് ഇപ്പോഴല്ല ഒരാഴ്ച മുമ്പ് മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് കോൺഗ്രസ് ഒരു ചർച്ച നടത്തുകയാണ്. രാഹുൽ എങ്ങാനും സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിരപരാധിയാണ്, എല്ലാം അറിഞ്ഞു, അത് നമ്മുടെ കോൺഗ്രസിന് തന്നെ ബാധിക്കും. ഉറപ്പായിട്ടും ആ ഒരു സീറ്റ് എന്നേക്കുമായി ഇല്ലാതാവും. ഒന്നെങ്കിൽ BJP ജയിക്കും, അല്ലെങ്കിൽ രാഹുൽ ജയിക്കും. കൂടുതലായും ആരാണ് ജയിക്കാൻ സാധ്യത എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ജയിക്കണമെന്നാണ്. പക്ഷേ സാധ്യത അവിടെ BJP ജയിക്കാനാണ്. കാരണം രാഹുൽ ഒറ്റയ്ക്ക് ഒരു പാർട്ടിയുടെ പിന്തുണയില്ലാതെ, LDFന്റെ പിന്തുണയില്ല, UDFന്റെ പിന്തുണയില്ല, BJPയുടെ പിന്തുണയില്ല, അങ്ങനെ ഇരിക്കെ പ്രചാരണമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല, അങ്ങനെ ഇരിക്കെ ഒരു സ്വതന്ത്രം ജയിക്കാൻ കുറച്ച് പണിയുണ്ട്. രാഹുലിന് പരമാവധി വോട്ട് പിടിക്കും, അത് ഉറപ്പ് തന്നെയാണ്. ഒരു പക്ഷേ ജയിക്കാനടക്കം സാധ്യതയുണ്ട്. അവിടെ രാഹുൽ നിന്ന് കഴിഞ്ഞാൽ തോക്കുന്നത് കോൺഗ്രസ് ആണ്, ജയിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് രാഹുലിനെ എങ്ങനെയെങ്കിലും പാർട്ടിയിലെത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ പ്രധാനമായും പറഞ്ഞത്, നാളെ, അതായത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്ന് രാഹുലിന് ജാമ്യം കിട്ടണമെന്നും അതിനുശേഷം 21-ാം തീയതി ആദ്യ കേസുണ്ടല്ലോ, രാഹുലിന്റെ ആദ്യ കേസ് ജാമ്യം കോടതി പരിഗണിക്കുമല്ലോ, അതും കോടതി രാഹുലിന് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ രാഹുലിന് സീറ്റ് കോൺഗ്രസ് കൊടുക്കും. കോൺഗ്രസ് ഒഫീഷ്യലായി പ്രഖ്യാപിക്കും, വന്നതൊക്കെ കള്ളക്കേസാണ്. ഷാഫി പറമ്പിലൊക്കെ മീഡിയാസിൽ വന്ന് പറയും, വന്നതൊക്കെ കള്ളക്കേസാണ്, കള്ള സ്ക്രീൻഷോട്ടാണ്, അതുകൊണ്ട് രാഹുലിന് ഞങ്ങൾ സീറ്റ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അതിനിടയിൽ കൗതുകം ഇനിയും രാഹുലിന് കേസ് വരുമോ എന്നാണ്. അതായത് വലിയൊരു ട്രാപ്പാണ് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ഓൾറെഡി റെഡിയാക്കി വെച്ച വലിയൊരു ട്രാപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്, റിണി ഉണ്ടല്ലോ, റിണി തന്നെ പറഞ്ഞതാണ് ഇത് 3-ാമത്തെ കേസാണ്, ഇനിയും കേസുകൾ വരാനുണ്ട് എന്ന്. ഇവറ്റകൾ പ്ലാനിട്ട്, നമ്മൾ കണ്ടല്ലോ 3-ാമത്തെ അതിജീവിത എന്ന വ്യാജജീവിയുടെ മെസ്സേജ് ഞാൻ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ രാഹുലിന്റെ പിന്നിൽ എത്ര പെൺകുട്ടികൾ പോയി എന്ന് നമുക്കൊന്നും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ് 1-ാമത് രാഹുലിന് സീറ്റ് കൊടുക്കാൻ പേടിക്കുന്നത് എലക്ഷൻ സമയത്ത് വീണ്ടും 9-കാരിയെ പീഡിപ്പിച്ചു, 13-കാരിയെ പീഡിപ്പിച്ചു, 12-കാരിയെ പീഡിപ്പിച്ചു എന്ന് ഇങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേട് ജനങ്ങളിലേക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് കോൺഗ്രസ് രാഹുലിനെ സീറ്റ് നിഷേധിക്കുന്നത് എന്നാണ് കോൺഗ്രസ് മുമ്പ് പറഞ്ഞത്. ഇപ്പം എന്തായാലും രാഹുലിനൊപ്പം രാഹുലിന് സീറ്റ് കൊടുക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.